ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു യുവർ 2 ക്ലാസ്. ഇതിൽ നമ്മൾ ചാപ്റ്റർ 2 ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, തിയററ്റിക്കൽ ഡിസ്ട്രിബ്യൂഷൻസ്. അപ്പോൾ ഇതിൽ കുറച്ച് ടേമുകൾ പഠിക്കാനുണ്ട്. ഫസ്റ്റ് ടേമാണ് റാൻഡം വേരിയബിൾ എന്ന് പറയുന്നത്. റാൻഡം വേരിയബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോബബിലിറ്റിയിലെ ഏറ്റവും ഫണ്ടമെൻ്റൽ ആയിട്ടുള്ളൊരു കൺസെപ്റ്റാണ്. അതേപോലെ തന്നെ സ്റ്റാറ്റിസ്റ്റിക്കലായിട്ട് റെപ്രസെൻറ്റ് ചെയ്യണം ഒരു വേരിയബിളിനെ. അതായത് ആ വേരിയബിളിന് വരാൻ സാധ്യതയുള്ള എല്ലാ പോസിബിൾ ആയിട്ടുള്ള വാല്യൂസും, അത് എത്ര ഔട്ട്കംസ് ആണോ ഓരോ റാൻഡം ഫിനോമിനൻ നമ്മൾ നടത്തുന്ന സമയത്ത് അതായത് എത്ര തവണ നമ്മളൊരു എക്സ്പെരിമെൻ്റ് റിപ്പീറ്റ് ചെയ്യുന്നോ അത്രയും തവണ നമുക്ക് ഓരോ ഔട്ട്കം കിട്ടുന്നുണ്ടാവും. ആ ഔട്ട്കമ്മിനെ ബേസ് ചെയ്തുകൊണ്ട് വരാൻ സാധ്യതയുള്ള പോസിബിൾ വാല്യൂസ് ഉള്ള വേരിയബിൾസ്, അതിനെ നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്കലി റെപ്രസെൻറ്റ് ചെയ്യുന്ന ഏറ്റവും ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള പ്രോബബിലിറ്റിയുടെ കൺസെപ്റ്റിനെയാണ് റാൻഡം വേരിയബിൾ എന്ന് പറയുന്നത്. റാൻഡം വേരിയബിളിൽ നമുക്കിങ്ങനെ പറയാം, ദാറ്റ് മാപ്സ് എവറി ഔട്ട്കം ഇൻ ദ സാമ്പിൾ സ്പേസ് ടു എ റിയൽ നമ്പർ. ഒരു സാമ്പിൾ സ്പേസിൽ എത്രത്തോളം ഔട്ട്കം ഉണ്ടാവുന്നോ ഒരു റിയൽ നമ്പറുമായിട്ട് ഇതിനെ കണക്ട് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ മാപ്പ് ചെയ്തുകൊണ്ട് ചെയ്യുന്ന ഒരു ഫംഗ്ഷനെയും റാൻഡം വേരിയബിൾ എന്ന് പറയാം. ഇനി ഇവിടെ മെയിൻ പോയിന്റ് നോക്കുക, എ ഫംഗ്ഷൻ ദാറ്റ് അസൈൻസ് എ റിയൽ നമ്പർ ടു ഈച്ച് സാമ്പിൾ പോയിന്റ് ഇൻ ദ സാമ്പിൾ സ്പേസ്. ഇവിടെ ഈ ചിത്രം കണ്ടോ, ഇതൊരു സാമ്പിൾ സ്പേസ് ആണ്. ഈ സാമ്പിൾ സ്പേസിൽ ഒരുപാട് സാമ്പിളുകളുണ്ട്. ഇതിൽ നിന്ന് ഒന്നിനെ നമ്മൾ പിക്ക് ചെയ്യുന്നു, അതിനാണ് റാൻഡം വേരിയബിൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ എടുക്കുന്ന ആ വേരിയബിളിന് ഒരു റിയൽ നമ്പർ കൊടുത്തുകൊണ്ട് ചെയ്യുന്ന ഒരു ഫംഗ്ഷൻ തന്നെയാണ് റാൻഡം വേരിയബിൾ എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കേണ്ടത്, ഈ റാൻഡം വേരിയബിൾ ഇങ്ങനെ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ഏതൊക്കെ മേഖലകളിൽ ഉപയോഗിക്കുന്നു, ആപ്ലിക്കേഷൻ എവിടെയൊക്കെയാണ്? ഫിനാൻസിൽ ഉപയോഗിക്കുന്നുണ്ട്, ഇൻഷുറൻസിലുണ്ട്, മാനുഫാക്ചറിങ്ങിലുണ്ട്, അതേപോലെ തന്നെ ഹെൽത്ത് കെയറിൽ യൂസ് ചെയ്യുന്നുണ്ട്, മെഷീൻ ലേണിംഗ് ആൻഡ് ഡാറ്റ സയൻസിൽ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഫിനാൻസിൽ യൂസ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റോക്ക് പ്രൈസുകൾ, പോർട്ട്ഫോളിയോ റിട്ടേൺസ്, റിസ്ക്, ഇൻവെസ്റ്റേഴ്സിന് മെയിനായിട്ട് അവരുടെ റിട്ടേൺസ് എത്ര എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളതൊക്കെ കണക്കാക്കാനൊക്കെ യൂസ് ചെയ്യാം. ഇൻഷുറൻസ് കമ്പനീസിനെ സംബന്ധിച്ചോളം ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യുന്നത് അവർക്ക് റിസ്ക് അസസ് ചെയ്യാനും അതേപോലെ തന്നെ എത്ര നാച്ചുറൽ ഡിസാസ്റ്റേഴ്സും ആക്സിഡൻസ് ഒക്കെ ഉണ്ടാവാനുള്ള പ്രോബബിലിറ്റി ഉണ്ട് അതൊക്കെ കമ്പ്യൂട്ട് ചെയ്യാനൊക്കെ യൂസ് ചെയ്യാം. അതിനനുസരിച്ചുകൊണ്ട് അവർക്ക് അതിൻ്റെ പ്രീമിയവും അതിൻ്റെ പൊട്ടൻഷ്യൽ ലോസസ് ഒക്കെ കവർ ചെയ്യാൻ പറ്റുന്നുണ്ടോന്നൊക്കെ നോക്കാം. മാനുഫാക്ചറിങ് ഫീൽഡിലും ഇത് യൂസ് ചെയ്യുന്നുണ്ട്. പ്രധാനമായിട്ടും ക്വാളിറ്റി കൺട്രോളിന് വേണ്ടിയിട്ടാണ്. നമ്മൾ ഒരു പ്രൊഡക്ഷൻ പ്രോസസ്സിൽ എത്രത്തോളം ഡിഫക്റ്റുകൾ ഉണ്ടാവുന്നുണ്ട്, അതിൻ്റെ മോഡലിംഗ് എത്രത്തോളം ഉണ്ട് എന്നൊക്കെ അസ്യൂം ചെയ്യാൻ വേണ്ടിയിട്ട് മാനുഫാക്ചറിങ് മേഖലയിൽ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നുള്ളത് ഹെൽത്ത് കെയറിലാണ്. ഹെൽത്ത് കെയറിൽ മെയിനായിട്ട് എത്ര ട്രീറ്റ്മെൻറ്റ് നമ്മൾ കൊടുക്കുന്നുണ്ട്, അതിൽ എത്ര റെസ്പോൺസ് കിട്ടിയിട്ടുണ്ട്, അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന എത്ര പേർക്ക് ട്രീറ്റ്മെൻറ്റുകൾ ഡിസിഷൻ എടുത്തിട്ടുണ്ട് ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ, ഡയഗ്നോസ്റ്റിക് നടത്താൻ വേണ്ടിയിട്ട്, അങ്ങനെ അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ മെഷീൻ ലേണിങ്ങിലും ഡാറ്റ സയൻസിലും കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ റാൻഡം വേരിയബിൾ യൂസ് ചെയ്യുന്ന ഫീൽഡുകൾ ഇതൊക്കെയാണ്. ഇനി അടുത്തൊരു ടേമാണ് ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾ എന്ന് പറയുന്നത്. ഇതൊരു ടൈപ്പ് ഓഫ് റാൻഡം വേരിയബിൾ തന്നെയാണ്. പക്ഷേ ഇവിടെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൻ്റെ ആ കൃത്യമായിട്ടുള്ള വാല്യൂവിനെ നമുക്ക് കൗണ്ടബിൾ നമ്പറിലാണ് പറയാൻ സാധിക്കുക. പോസിബിൾ ഔട്ട്കമ്മിനെ കൃത്യമായിട്ട് നമുക്ക് ലിസ്റ്റ് ചെയ്യാനും എന്യൂമറേറ്റ് ചെയ്യാനും പറ്റും. അതായത് എണ്ണി തിട്ടപ്പെടുത്താൻ സാധിക്കുന്ന തരത്തിലുള്ള വേരിയബിളിനെയാണ് ഡിസ്ക്രിറ്റ് റാൻഡം വേരിയബിൾ എന്ന് പറയുന്നത്, DRV എന്ന് പറയുന്നത്. എത്രത്തോളം ഇൻഫിനിറ്റ് ആയിട്ടാണ് നമുക്ക് ഈ ഒരു റാൻഡം ഫിനോമിനൻ നടക്കുന്നതെങ്കിലും അതിന് കൗണ്ടബിൾ ആയിട്ടുള്ള ഒരു റിസൾട്ട് ആയിരിക്കും ഉണ്ടായിരിക്കുക. ഇതിനെയാണ് എന്ത് പറയുന്നത്, ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾ എന്ന് പറയുന്നത്. ഇപ്പോൾ ഇവിടെ എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട്, റാൻഡം വേരിയബിൾ എക്സ്, അതിന് അസ്യൂം ഓൺലി എഫിനിറ്റ് ഓർ കൗണ്ടബിളി ഇൻഫിനിറ്റ് സെറ്റ് ഓഫ് വാല്യൂസ്, then it is called discrete random variable. എക്സാമ്പിൾ പറഞ്ഞിരിക്കുന്നത് റാൻഡം വേരിയബിൾ എക്സ് എന്നുള്ളത് നമ്മൾ അസ്യൂം ചെയ്യുക, അതൊരു ഫിനിറ്റ് നമ്പർ ആയിരിക്കും ഉണ്ടായിരിക്കുക. അതിൽ കിട്ടുന്ന വാല്യൂസ് എന്ന് പറയുന്നത് നമുക്ക് കൗണ്ടബിൾ ആയിരിക്കും. ഇതിനെയാണ് DRV എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് നമുക്ക് നോട്ട് ചെയ്യേണ്ട പോയിന്റ് എന്ന് പറയുന്നത്, ഈ ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിളിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്നുള്ളത്. അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കൗണ്ടബിൾ ആയിരിക്കും. ഇപ്പോൾ നമ്മൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു കോയിൻ ടോസ് ചെയ്യുന്നു, കോയിൻ എത്ര തവണ ടോസ് ചെയ്യുന്നു അപ്പോഴൊക്കെ റിസൾട്ട് ഡിഫറെൻ്റ് ആയിരിക്കും. ആ റിസൾട്ട് ആണെങ്കിലോ നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ഇതിനൊക്കെയാണ് നമുക്ക് എന്ത് പറയുന്നത്, കൗണ്ടബിൾ ഔട്ട്കം എന്ന് പറയുന്നത്. പിന്നെ ഇതിൻ്റെ വാല്യൂസ് എന്ന് പറയുന്നത് നോൺ കണ്ടിന്യൂസ് ആണ്. ഫസ്റ്റ് തവണ നമ്മൾ ഡൈ ത്രോ ചെയ്യുമ്പോഴും അല്ലെങ്കിൽ കോയിൻ ടോസ് ചെയ്യുമ്പോഴൊക്കെ ആദ്യത്തെ ഉത്തരം പിന്നീട് കിട്ടിക്കൊള്ളണം എന്നില്ല, അത് നോൺ കണ്ടിന്യൂസ് എന്നാണ് പറയുന്നത്. പിന്നെ അതേപോലെ തന്നെ ഇൻറ്റിജർ വാല്യൂ ആയിട്ടൊക്കെ മാറാനുള്ള സാധ്യതയൊക്കെ ഇവിടെ ഉണ്ടെന്നുള്ളതാണ് പറയുന്നത്. ഇനി നെക്സ്റ്റ് അതിൽ വരുന്നതാണ്
എക്സ്പെക്റ്റഡ് വാല്യൂ കാണാൻ വേണ്ടിയിട്ട് ഡിസ്ക്രിറ്റ് DRVയുടെ എക്സ്പെക്റ്റഡ് വാല്യൂ കമ്പ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. DRVയുടെ എക്സ്പെക്റ്റിംഗ് വാല്യൂ കമ്പ്യൂട്ട് ചെയ്യാൻ വേണ്ടി ഇക്വേഷൻ എന്ന് പറയുന്നത് E(x) ഈക്വൽ ടു സിഗ്മ എക്സ് ഇൻറ്റു P(x) ഈക്വൽ ടു എക്സ്. ഈ എക്സ് സാമ്പിൾ സൈസും ഇവിടെ നമ്മൾ എടുക്കുന്ന റാൻഡം വേരിയബിളുമാണ്. ഇപ്പോൾ നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കുമ്പോൾ ക്ലിയർ ആയിട്ടുണ്ടാവും നിങ്ങൾക്ക്. എ ഗെയിം ഇൻവോൾവ്സ് റോളിംഗ് എ ഫെയർ 6 സൈഡഡ് ഡൈ. ഒരു 6 വശങ്ങളുള്ള ഡൈസ് നമ്മൾ ത്രോ ചെയ്യണം. അതിൽ നമ്മൾ 1 or 2 കിട്ടുകയാണെങ്കിൽ നമുക്ക് $2 പോവും. ആൻഡ് 3 or 4 കിട്ടുകയാണെങ്കിൽ $1 വിൻ ചെയ്യും. ആൻഡ് 5 or 6 കിട്ടുകയാണെങ്കിൽ നമ്മൾ $2 വിൻ ചെയ്യും. വാട്ട് ഈസ് ദ എക്സ്പെക്റ്റഡ് വാല്യൂ ഓഫ് ദിസ് ഗെയിം? ഈ ഗെയിമിൻ്റെ എക്സ്പെക്റ്റഡ് വാല്യൂ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം 1 or 2 ആണ് നമ്മൾ റോൾ ചെയ്യുന്നതെങ്കിൽ അതിനുള്ള പ്രോബബിലിറ്റി എന്ന് പറയുന്നത് 6 ആണ് അതിൻ്റെ വശങ്ങളുള്ളത്. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒന്ന് ഉണ്ടാവാനുള്ള സാധ്യത എന്ന് പറയുന്നത് 2 ആണ് അല്ലേ. ഒന്നില്ലെങ്കിൽ 1 വീഴാം അല്ലെങ്കിൽ 2 വീഴാം. അപ്പോൾ അവിടെ 2 സാധ്യതകളാണുള്ളത്. 2/6 എന്ന് പറഞ്ഞാൽ അതിനെ ചെറുതാക്കുമ്പോൾ 1/3 ആയിട്ട് വരും. അതിന് എത്ര രൂപ നമുക്ക് പോകുന്നത്? -$2 പോകുന്നത് കൊണ്ടാണ് അത് മൈനസ് ആയിട്ട് കാണിച്ചിരിക്കുന്നത്. 3 or 4 ആണ് നമുക്ക് കിട്ടുന്നതെങ്കിൽ പ്രോബബിലിറ്റി 2/6 തന്നെയാണ്. കാരണം 6 പോയിന്റുകളാണ് അതിൽ വരുന്നത്. അതിൽ തന്നെ ഒന്നില്ലെങ്കിൽ 3 വീഴാം അല്ലെങ്കിൽ 4 വീഴാം. അപ്പോൾ 2 സാധ്യതകളാണ് അവിടെ ഉള്ളത്. അപ്പോൾ 2/6 1/3 പേ ഓഫ് $1 ആണ്. 5 or 6 ആണ് വീഴുന്നതെങ്കിലും 2/6 തന്നെ വരിക. 1/3 ആണ് അതിന് ചെറുതാക്കുമ്പോൾ വരുന്നത്. അതിൻ്റെ പേ ഓഫ് എന്ന് പറയുന്നത് $2 ആണ്. അപ്പോൾ എക്സ്പെക്റ്റഡ് വാല്യൂ കാണണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? നമുക്ക് ആദ്യത്തെ കേസിൽ 1/3 ഇൻറ്റു അതിൻ്റെ -$2, 2/6 അടുത്തത് 1/3 ഇൻറ്റു $1, പിന്നെ 1/3 ഇൻറ്റു $2. അതിൽ നമ്മൾ നോക്കേണ്ട കാര്യം എന്ന് പറയുന്നത് 1/3 ഇൻറ്റു -2 എന്ന് പറയുമ്പോൾ ഇവിടെ -2/3 തന്നെയാണ് വരിക. 1/3 ഇൻറ്റു 1 എന്ന് പറയുമ്പോൾ അഗെയിൻ 1/3 തന്നെ. 1/3 ഇൻറ്റു 2 എന്ന് പറയുമ്പോൾ 2/3 വരും. അതിൽ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഇത് രണ്ടും പോസിറ്റീവ് ഫിഗറാണ്. അപ്പോൾ 1ഉം 2ഉം കൂടി ആഡ് ചെയ്യുമ്പോൾ 3 എന്ന് വരും. പക്ഷേ ഇവിടെ -2 ആണ് വരുന്നത്. അപ്പോൾ ആ 3യിൽ നിന്ന് എന്ത് ചെയ്യണം? 2 മൈനസ് ചെയ്യുമ്പോൾ ബാലൻസ് 1/3 ആണ് വരിക. ഇങ്ങനെയാണ് അതിൻ്റെ എക്സ്പെക്റ്റഡ് വാല്യൂ എന്ന് പറയുന്നത് 1/3 ആയിരിക്കും. ഇനി അടുത്തൊരു എക്സാമ്പിൾ നോക്കാം. എ ബോക്സ് കണ്ടെയ്ൻസ് 5 റെഡ് ബോൾസ് ആൻഡ് 3 ഗ്രീൻ ബോൾസ്. 2 balls are drawn without a replacement. Let x be the random variable representing the number of red balls drawn. What is the probability mass function of x? എക്സിൻ്റെ PMF എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. രണ്ടാമത് വാല്യൂ ഓഫ് എക്സിൻ്റെ എക്സ്പെക്റ്റഡ് വാല്യൂ, എക്സിൻ്റെ എക്സ്പെക്റ്റഡ് വാല്യൂ എന്താണെന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ 2 ക്വസ്റ്റ്യനാണ് നമ്മൾ ആൻസർ ചെയ്യേണ്ടത്. ആദ്യം നമുക്ക് PMF കാണണം. അതായത് എക്സിന് വരാൻ സാധ്യത ഉള്ള വാല്യൂസിനെയാണ് പോസിബിലിറ്റി മാസ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നോക്കൂ, ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം ഒരു ബോക്സിൽ 5 റെഡ് ബോളും 3 ഗ്രീൻ ബോളും ഉള്ളത്. നമ്മൾ 2 ബോളാണ് അതിൽ എടുക്കുന്നത്. എടുത്ത ബോളിനെ തിരിച്ചതിലേക്ക് വെക്കുന്നുമില്ല. അതാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഈ എക്സ് എന്ന് പറയുന്നത് എന്താ? റെഡ് ബോളാന്ന് പറയുന്നുണ്ട്. അപ്പോൾ അത് എടുക്കാനുള്ള സാധ്യതകൾ ഏതൊക്കെയാണ്? എക്സിൻ്റെ എക്സ്പെക്റ്റഡ് വാല്യൂ കാണാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ മാസ് ഫംഗ്ഷൻ എടുക്കുന്ന സമയത്ത് എക്സ് ക്യാൻ ടേക്ക് ഓൺ വാല്യൂസ്. എക്സിന് ഏതൊക്കെ വാല്യൂ കൊടുക്കാം? നമുക്ക് ഒന്നില്ലെങ്കിൽ എടുക്കുന്ന 2 ബോളും റെഡ് ആയിക്കൊള്ളുന്നില്ല. അപ്പോൾ എക്സ് അവിടെ എന്താണ്? 0 ആയിരിക്കും. റെഡ് എന്നല്ല എക്സിനെ പറയുന്നത്. റെഡ് എടുത്തിട്ടില്ലെങ്കിൽ അവിടെ 0 ആണ്. ചിലപ്പോൾ ഒരു ബോൾ റെഡ് ആവാം, അല്ലെങ്കിൽ 2 ബോളും റെഡ് ആവാം. ഇതാണ് എക്സിന് വരാൻ സാധ്യതകളുള്ളൂ. ഇതാണ് പോസിബിലിറ്റീസ് ഉള്ളൂ. അപ്പോൾ എക്സിന് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന വാല്യൂ 0, 1, 2 ആണ് കൊടുക്കുക. ഇനി ഓരോ വാല്യൂ വെച്ച് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണം. ആദ്യം നമ്മൾ എക്സ് ഈക്വൽ ടു 0. എക്സ് ഈക്വൽ ടു 0 പറഞ്ഞാൽ എക്സ് എന്താണ്? റെഡ് ബോളാണ്. ആ റെഡ് ബോൾ ഇല്ല എന്നാണ് പറയുന്നത്, 0 ആണെന്നാണ് പറയുന്നത്. അപ്പോൾ 2 ബോളുകളെ എങ്ങനെ ഡ്രോ ചെയ്തിട്ടുണ്ടായിരിക്കണം? ആദ്യത്തെ കേസിൽ അപ്പോൾ ഉറപ്പായിട്ട് നമുക്ക് പറയാമല്ലോ 0 ആകുമ്പോൾ ഇവിടെ റെഡ് ബോളേ ഇല്ല. പകരം ഏത് ബോളായിരിക്കും ഇപ്പോൾ എടുത്തിട്ടുണ്ടാവുക? 3 ഗ്രീൻ ബോൾ എന്നായിരിക്കും എടുത്തിട്ടുണ്ടാവുക. അപ്പോൾ ടോട്ടൽ എന്ന് പറയുന്നത് 8 ബോളാണ് ഉള്ളത്. 5, 3, 8. അതിൽ ഗ്രീൻ ബോളാണല്ലോ 0 വരുമ്പോൾ എടുക്കാനുള്ള സാധ്യത കൂടുതൽ. അപ്പോൾ 3/8. അപ്പോൾ ഇതിൽ നിന്നാണ് ഒരു ബോൾ എടുത്തിട്ടുണ്ടാവുക. ഇൻറ്റു ഇനി ആ എടുത്ത ബോൾ ഒന്നിൻ്റെ എണ്ണം കുറഞ്ഞു എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ എത്രയും 7 ബോളേ ഇനിയുള്ളൂ. ആ 7ൽ ഇനി എടുക്കാൻ സാധ്യത, അപ്പോൾ 3 ബോളിൽ 1 ഗ്രീൻ എടുത്തു. ഇനി ബാലൻസ് എത്ര ഗ്രീനുണ്ട്? 2 ഗ്രീൻ ഉണ്ട്. എടുക്കാൻ സാധ്യതയുള്ളത് 2/7 ആണ്. അപ്പോൾ ഇവ തമ്മിൽ ഇൻറ്റു ചെയ്യുക. 3 × 2 എന്ന് പറയുന്നത് 6ഉം 8ൻ്റെ 7 56. അപ്പോൾ 3/28. ഇതിനെ ചെറുതാക്കുമ്പം 3/28 വരും. ഇനി അടുത്ത് നമ്മൾ കൊടുക്കുന്ന എക്സിന് 1 എന്നുള്ള വാല്യൂ ആണ്. അതായത് 2 ബോൾ എടുക്കുന്നതിൽ 1 റെഡ് ബോൾ ആവാം എന്നുള്ളതാണ് പറയുന്നത്. 1 റെഡ് ബോൾ ആവാനുള്ള സാധ്യത പറഞ്ഞാൽ എങ്ങനെയാണ്? ആദ്യം എടുക്കുന്നത് റെഡ് ആയിരിക്കും, രണ്ടാമത് എടുക്കുന്നത് ഗ്രീൻ ആയിരിക്കും. അപ്പോൾ ഒരു സെറ്റ് കഴിഞ്ഞു.
രണ്ടാമതൊരു ചാൻസ് വരുന്നത് ഫസ്റ്റ് എടുക്കുന്നത് ഗ്രീൻ ആയിരിക്കും, രണ്ടാമത് എടുക്കുന്നത് റെഡ് ആയിരിക്കാം. അങ്ങനെ ഈ 2 സാധ്യതകളെ അതിനുള്ളൂ. അപ്പോൾ എക്സ് ഈക്വൽ ടു 1 എന്ന് പറയുമ്പം നമ്മൾ ആദ്യത്തെ കേസ് നോക്കുക. റെഡ് ഫസ്റ്റ് എന്നാ പറയുക. റെഡ് ഫസ്റ്റ് പറയുമ്പോൾ എത്ര 5 റെഡ് ബോൾ അല്ലേ. അപ്പോൾ 5/8 അതിൽ നിന്നാണ് ഒരു റെഡ് ബോൾ എടുക്കുന്നത്. രണ്ടാമത് എടുക്കുന്നത് ഗ്രീൻ ആണ് സെക്കൻഡ് എടുക്കുന്നത്. ഗ്രീൻ പറയുമ്പോൾ അപ്പോൾ ഈ ഒരു റെഡ് ബോളിൽ നിന്ന് എടുത്തു എന്നുള്ളതാണ് അസംഷൻ. എടുത്തു കഴിഞ്ഞാൽ ബാലൻസ് എത്രയേ ഉള്ളൂ 7 ഉള്ളൂ. ഇനി നമ്മൾ ഗ്രീനിൽ നിന്ന് എടുക്കുന്നതുകൊണ്ടാണ് ഇവിടെ 3/7 വന്നത്. ഇനി അടുത്ത ബോൾ ഗ്രീൻ എന്നല്ലേ, അപ്പോൾ അത് തമ്മിലെടുത്തു. എന്നിട്ട് പ്ലസ് ഇനി രണ്ടാമത്തെ കേസ് ഗ്രീൻ ഫസ്റ്റ് ആണ്. ഗ്രീൻ ഫസ്റ്റ് എടുക്കുമ്പോൾ 3/8 ആണ് വരിക. 3 ആണ് ആകെയുള്ള ഗ്രീൻ ബോൾ, 8ആണ് ടോട്ടൽ. അപ്പോൾ ഇതിൽ നിന്ന് ഒരു ഗ്രീൻ എടുത്തു. പിന്നെ നമ്മൾ എടുക്കുന്ന റെഡ് സെക്കൻഡ്. റെഡ് സെക്കൻഡ് പറഞ്ഞാൽ പിന്നെ എത്ര ബോളാ 5 ബോളല്ലേ റെഡ് ഉള്ളത്. ഒന്ന് ഗ്രീൻ ഇവിടുന്ന് പോയ സ്ഥിതിക്ക് ഇവിടെ എത്രയാവും ടോട്ടൽ 7 ആയിരിക്കും. പക്ഷെ 5 റെഡ് ബോൾ ഇവിടെ ഉണ്ടായിരിക്കും. അപ്പോൾ 5/7. ഇനി 3 × 5 എന്ന് പറയുമ്പോൾ നമുക്ക് ഇൻറ്റു ചെയ്യാം. 3 × 5 15, 8 × 7 56. അപ്പോൾ ഇവിടെയും 3 × 5 15. അപ്പോൾ 15ഉം 15ഉം കൂടി കൂട്ടുമ്പോൾ 30/56. അതിനെ ചെറുതാക്കുമ്പോൾ 15/28. നെക്സ്റ്റ് നമുക്ക് എക്സിന് കൊടുക്കാവുന്ന വാല്യൂ 2 ആണ്. 2 എന്ന് പറയുമ്പോൾ അർത്ഥം എന്താണ്, നമ്മൾ എടുത്ത 2 ബോളും എന്താണ് റെഡ് ആണെന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ 2 ബോളും റെഡ് ആവാനുള്ള സാധ്യത പറഞ്ഞാൽ ഒരു തവണ തന്നെ നമ്മൾ എന്തെടുക്കും, ആദ്യം ഒരു റെഡ് എടുക്കുന്നു, രണ്ടാമത് ഒരു റെഡിന് എടുക്കുന്നു. അപ്പോഴല്ലേ അതിനുള്ള സാധ്യത ഉള്ളൂ 2 ബോളും റെഡ് ആവാനുള്ളത്. അപ്പോൾ എക്സ് ഈക്വൽ ടു 2 എന്ന് പറയുമ്പോൾ റെഡ് ബോൾ എത്ര എണ്ണം 5 എണ്ണം, 5/8 ആണുള്ളത്. അതിൽ നിന്ന് ഇവിടുന്ന് ഒരു റെഡ് ബോൾ എടുത്തു. ഒരു റെഡ് ബോൾ എടുത്തപ്പം ടോട്ടൽ ബോളിൽ ഒരെണ്ണം കുറഞ്ഞു. പിന്നെ 5 റെഡ് ബോൾ ഉണ്ടായിരുന്നു, അതിൽ നിന്ന് ഒന്ന് എന്തായാലും പോയിട്ടുണ്ട്. ബാലൻസ് എത്രയുള്ളത് 4. അപ്പോൾ 4/7 ആണ് ഇവിടെ വരിക. അപ്പോൾ 5 × 4 20ഉം 8 × 7 56ഉം അതിനെ ചെറുതാക്കുമ്പോൾ 5/14. അപ്പോൾ PMF എന്ന് പറയുന്നത്, അതായത് എക്സിന് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന മാക്സിമം പ്രോബബിലിറ്റി എന്ന് പറയുന്നത് 0ഉം 1ഉം 2ഉം ആണ്. അപ്പോൾ ഇനി ആ വാല്യൂസ് ഒന്ന് എടുത്തെഴുതുക. എക്സിന് എഴുതിയിട്ട് 0 1 2 എന്ന് കൊടുത്തു. 0 എടുത്തപ്പോൾ കിട്ടിയ വാല്യൂ 3/28, 1 എടുത്തപ്പോൾ കിട്ടിയ വാല്യൂ 15/28, 2 എടുത്തപ്പം കിട്ടിയ വാല്യൂ 5/14. ഇപ്പം നമുക്ക് അതിൻ്റെ വാല്യൂസ് കിട്ടിയിട്ടുണ്ടെങ്കിൽ എക്സ്പെക്റ്റഡ് വാല്യൂ കാണാം. എക്സ്പെക്റ്റഡ് വാല്യൂ കാണാനുള്ള ഇക്വേഷൻ പറഞ്ഞാൽ വളരെ സിമ്പിളാണ്. നമുക്ക് ആദ്യം എക്സിന് 0 എന്ന വാല്യൂ കൊടുത്തപ്പം കിട്ടിയ വാല്യൂ 3/28. അപ്പോൾ ഇവ തമ്മിൽ ഇൻറ്റു ചെയ്യാം. പ്ലസ് എക്സിന് 1 കൊടുത്തപ്പോൾ കിട്ടിയ വാല്യൂ ഇൻറ്റു ആണ് കേട്ടോ, ഇത് ഇൻറ്റു ആണ് 15/28. പ്ലസ് എക്സിന് 2 എന്നുള്ള വാല്യൂ കൊടുത്തപ്പം 2 × 5/14. ഇനി ചെയ്യേണ്ടത് എന്താ, 0 × ഇത് ചെയ്യുമ്പോൾ ഇവിടെ 0 ആണ് വരിക. അപ്പോൾ ഇനി പ്രത്യേകിച്ച് നോക്കേണ്ട ആവശ്യമില്ല. ഇവിടെ 1 കൊണ്ട് ഇൻറ്റു ചെയ്യുമ്പം സെയിം എമൗണ്ട് തന്നെ 15/28 വരും. പ്ലസ് 2 × 5/14. 2 × 5 പറയുമ്പോൾ 10, 10/14 വന്നു. അപ്പോൾ ആഡ് ചെയ്യുന്ന സമയത്ത് ഇവിടെ ശ്രദ്ധിക്കണം, താഴെ ഡിനോമിനേറ്റർ എപ്പോഴും ഒരുപോലെ വരുന്നതേ ആഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഇവിടെ 28 ആണ്, ഇവിടെ 14 ആണ്. അപ്പോൾ നമുക്കിവിടെ ചെയ്യാൻ പറ്റുന്ന എന്തേ ഉള്ളൂ, 14നെ 28ലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റുമോ നോക്കുക. പറ്റൂലോ. 14നെ 2 കൊണ്ട് ഇൻറ്റു ചെയ്താൽ 28 വരിക. അപ്പോൾ എന്ത് ചെയ്യണം, ഈ 14ന്റെ ഭാഗത്ത് നമുക്ക് 28 ആക്കാൻ വേണ്ടി 2 കൊണ്ട് ഇവിടെ ഇൻറ്റു ചെയ്യാം. മുകളിലെ 10നോടും ഇതേപോലെ 2 കൊണ്ട് ഇൻറ്റു ചെയ്യണം. അപ്പോൾ ആദ്യത്തെ കേസ് ഇവിടെ മാറ്റം വരുത്തേണ്ട ആവശ്യമില്ല. 15/28 അങ്ങനെ തന്നെയാണ്. രണ്ടാമത്തെ കേസിൽ മാത്രം 28ലേക്ക് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ 14 × 2 28ഉം 10 × 2 20ഉം. അപ്പോൾ നമുക്കിവിടെ എത്ര കിട്ടി, മുകളിൽ 20 ഇവിടെ 15 × 1 പറഞ്ഞിട്ട് ഞാൻ അത് അതേപടി തന്നെ കാണിച്ചിട്ടുണ്ട്. ഇവിടെ 2 കൊണ്ട് ഇൻറ്റു ചെയ്തിട്ടുണ്ട്. അപ്പോൾ 14 × 2 28ഉം അതേ 2നെ മുകളിൽ ഗുണിക്കുമ്പം 10 × 2 20ഉം കിട്ടി. അപ്പോൾ ഇവിടെ 15ഉം 20ഉം ആയി. 15 + 20 പറയുമ്പോൾ ടോട്ടൽ 35/28 കിട്ടി. 35/28നെ നമുക്ക് വീണ്ടും വെട്ടിച്ചെറുതാക്കുമ്പോൾ 5/4 കിട്ടി. ഇങ്ങനെയാണ് എക്സ്പെക്റ്റഡ് വാല്യൂ കിട്ടുക. വളരെ സിമ്പിളാണ്. എക്സിന് കൊടുത്ത വാല്യൂവും കണ്ടുപിടിച്ച വാല്യൂവും തമ്മിൽ ഇൻറ്റു ചെയ്യുക, കിട്ടുന്ന ആൻസർ എല്ലാം കൂടി കൂട്ടുക. കൂട്ടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഡിനോമിനേറ്റർ എപ്പോഴും സെയിം ആയിട്ടുള്ള എമൗണ്ട് ആവണം. അപ്പോൾ അല്ലെങ്കിൽ അതിലേക്ക് ആക്കിയതിന് ശേഷം മാത്രമേ ആഡ് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഈ ഒരു വേരിയബിളുമായി ബന്ധപ്പെട്ട് പഠിച്ച 2 ടേമുകൾ. എന്താണ് റാൻഡം വേരിയബിൾ നോക്കുക, ഏതൊക്കെ ഫീൽഡിൽ യൂസ് ചെയ്യുന്ന നോക്കുക, എന്താണ് DRV, അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സും അതിൻ്റെ എക്സ്പെക്റ്റഡ് വാല്യൂവും കാണുന്ന ആ ഒരു 3 കാര്യങ്ങളാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എല്ലാവർക്കും ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, താങ്ക്